ഹായ്. പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായില്ലേ? കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരം സംസാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു രോഗത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഫിസിക്കൽ കണ്ടീഷനെക്കുറിച്ചോ അതൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് ഈ കഴിഞ്ഞ അടുത്തിടെയായിട്ട് OPD വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു കുട്ടികളുടെ ഡോക്ടറാണ്, ഒരു പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഞാനിവിടെ UAE വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് എൻ്റെ അടുത്ത് ഒരു ജനിച്ച അന്ന് മുതൽ ന്യൂ ബോൺ ബേബീസ് മുതൽ ഒരു 14-15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ അടുത്ത് വന്ന് കാണാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 5 വയസ്സുള്ള ഒരു മോനെയും കൊണ്ടിട്ട് ഒരു അച്ഛനും അമ്മയും വന്നു. ഒരു മലയാളികളാണ്. അപ്പോൾ നല്ല ഒരു മോൻ, ഒരുപാടൊക്കെ സംസാരിക്കുന്ന, നല്ല ആക്റ്റീവായിട്ടുള്ള, ഇൻഫാക്റ്റ് കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള നല്ലൊരു മോൻ. അപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് അവന് ചെറിയ ഒരു ജലദോഷവും ചുമയും ആയിട്ട് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ പാരൻസ് കൊണ്ടുവന്നത്. പക്ഷെ അവൻ വളരെ ടോക്കറ്റീവാണ്. ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് കൂട്ടായി, ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു, ആൻറ്റി എമ്പുരാൻ സിനിമ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു കാണണ്ടേ, ആ സിനിമ കണ്ടില്ലേ, അതിൽ യൂസ് ചെയ്യുന്ന തോക്ക് ഏതാണെന്നറിയോ? ഞാൻ പറഞ്ഞു ഇല്ല, അറിയില്ല. അവൻ ലിറ്ററലി എന്നോട് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഗണ്ണിൻ്റെ മോഡൽ, അതിൽ ഏതോ ഒരു സീനിൽ, എനിക്കറിയില്ല, ഞാൻ ആ ഫിലിം ഇപ്പോഴും കണ്ടിട്ടില്ല, ആ ഫിലിമിൽ യൂസ് ചെയ്തിരിക്കുന്ന അത് ഈ മോഡൽ ഗണ്ണാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ ആ ഗണ്ണ് വലുതാവുമ്പോൾ മേടിക്കും എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞിനെങ്ങനെ ഈ ഗണ്ണിൻ്റെ മോഡൽസ് ഒക്കെ അറിയാം? അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് എല്ലാ മോഡൽ ഗൺസും അറിയാം, എനിക്ക് തോക്കുകളുടെ എല്ലാ മോഡലും അറിയാം, എനിക്കതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഈ 5 വയസ്സുള്ള കുഞ്ഞിന് എങ്ങനെയാ ഇതൊക്കെ അറിയാൻ പറ്റുന്നത്? അപ്പം ചോദിച്ചു വന്നപ്പോൾ അവൻ എന്നോട് പറയുന്നത്, അവന് വലുതാവുമ്പോഴത്തേക്ക് അവൻ എല്ലാവരെയും വെടിവെക്കണം, എല്ലാവരെയും ബോംബിടണം, എല്ലാവരെയും ഷൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഈ കുഞ്ഞ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ പാരൻസിനെ നോക്കിയപ്പോഴേക്കും പാരൻസ് അവർ ദേ ആർ ലൈക്ക്, അവരതിൽ ബോധേഡേ അല്ല. അവർ എന്നോട് പറയുന്നു, മാഡം ഇവന് സാധാരണയായിട്ട് ഇവൻ ഒരു ഫിലിംസും കാണുമ്പോൾ ഇരിക്കാറില്ല, ഒരു സിനിമയും കണ്ടിരിക്കാറില്ല, പക്ഷെ എന്താണെന്നറിഞ്ഞൂടെ ഈ പടം കണ്ടപ്പോഴത്തേക്ക് അവൻ കുത്തിയിരുന്ന് കണ്ടു, ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവൻ കണ്ടു, ഞങ്ങൾ പോയി കണ്ടതാണ്, തിയേറ്ററിൽ പോയി കണ്ടതാണെന്ന് പറഞ്ഞു. ആക്ച്വലി പാരൻസ് ആർ ലൈക്ക്, അവർ ഭയങ്കര ഹാപ്പിയാണ്. അതായത് കുഞ്ഞ് സിനിമ ഫുൾ അവരുടെ കൂടെ ഇരുന്ന് കണ്ടു, കുഞ്ഞ് ആ സിനിമ എൻജോയ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഇവനോട് ചോദിച്ചു, മോന് വലുതാകുമ്പോൾ ആരാവാനാ ഇഷ്ടം? മോന് തോക്കൊക്കെ ഇഷ്ടമല്ലേ? മോന് പട്ടാളക്കാരനാവണോ? മോന് വലുതാകുമ്പോൾ ആരാ ഇഷ്ടം? സോൾജിയർ ആവാനാണോ ഇഷ്ടം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് എന്നോട് പറയാ, എനിക്ക് സോൾജിയർ ഒന്നും ആവണ്ട, എനിക്ക് എല്ലാവരും വെടിവെച്ചാൽ മതി, ഐ വോണ്ട് ടു കിൽ എവ്രി വൺ. ഇങ്ങനെയാണ് ആ കുഞ്ഞ് എന്നോട് പറഞ്ഞത്. എനിക്ക് എല്ലാവരെയും കൊല്ലണം, എനിക്ക് എല്ലാവരുടെയും മേത്ത് ബോംബിടണം, എനിക്ക് പല പല മോഡലിലെ തോക്കുകൾ മേടിക്കണം, ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞ് പറഞ്ഞത്. ഇവിടെ പ്രധാനമായിട്ടുണ്ടല്ലോ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ കുഞ്ഞുങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള ചിന്തകളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ശരിക്കും ഇപ്പോൾ സിനിമകളൊക്കെ ആണെങ്കിലും ഒരു 15+ എന്നോ അല്ലെങ്കിൽ 18+ എന്നോ ഒക്കെ അവർ സിനിമ ഇറക്കുമ്പോൾ തന്നെ അവർ പറയും, ഇപ്പോൾ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് കാണാൻ പാടുള്ളൂ, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് കാണാൻ പാടുള്ളൂ എന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ എത്ര പേരത് ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളെയും കൂട്ടിയിട്ട് അവിടെ പോകും അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ചിന്താഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരെന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കൂട്ടുകാരനെ അടിച്ചു കൊന്നു, അത്രയും വളരെ എന്താ പറയുക, വളരെ ക്രിമിനൽ മൈൻഡഡ് ആയി തുടങ്ങിയ നമ്മുടെ കുഞ്ഞുങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ. ഇതിൻ്റെ കാരണം ഫിലിംസ് മാത്രമാണെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും അല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ചുറ്റും കണ്ടും കേട്ടും വളരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മളുടെ മക്കളോട് നമ്മളുടെ ബിസി ലൈഫിൽ അവരെന്താണ് ഗോ ത്രൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിച്ച് കൂട്ടുന്നത്,
അവരുടെ മനസ്സിൽ പോകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചോദിച്ചറിയാൻ മറന്നു പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വരുന്നത് വരെ ആ പാരൻസും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി അവൻ്റെ കോൺവെർസേഷൻ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവരും ഷോക്ക്ഡായി അത് കേട്ടപ്പോഴേക്കും. സോ അങ്ങനെ ഒരു കോൺവെർസേഷൻ, അങ്ങനെ ഒരു സംഭാഷണം ആ കുഞ്ഞിനും അച്ഛനും അമ്മയ്ക്കും ഇടയിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു. സോ നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് എത്ര ബിസി ലൈഫാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഇരുന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുളയിലേ അവർ എന്തെങ്കിലും തെറ്റിലോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളും എന്തെങ്കിലും മോശം ചിന്താഗതിയിലോട്ടാണോ പോകുന്നതെന്ന് നോക്കിയിട്ട് നമുക്കത് തിരുത്തി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് IAP അത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ക്രീൻ ടൈം ഉണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കായിട്ട്. ഇപ്പോൾ ഒരു 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞിന് IAP പറയുന്നത് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമേ നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കാവുള്ളൂ എന്നാണ്. സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ TV, മൊബൈല്, ലാപ്ടോപ്പ്, ടാബ് ഇതെല്ലാം വരും. ഇതെല്ലാം കൂട്ടിയിട്ട് 1 മണിക്കൂർ. അത് ആ 1 മണിക്കൂർ നമ്മൾ അറ്റ് സ്ട്രെച്ച് കുഞ്ഞുങ്ങളെ കാണിക്കാൻ പാടില്ല. 20 മുതൽ 30 മിനിറ്റുള്ള 2 ഷെഡ്യൂളായിട്ട് മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അത് കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ബ്രെയിൻ ഗ്രോത്തിനെയോ അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. സോ നമ്മൾ 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിനെ ഒരു സിനിമ എങ്ങനെ വന്നാലും മിനിമം ഒരു 2-2.5 മണിക്കൂർ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു സിനിമ കാണാൻ പോകാൻ പാടുണ്ടോ? ഞാൻ ഇത്തിരി മുന്നേ പറഞ്ഞ ഈ 1 മണിക്കൂർ സ്ക്രീൻ ടൈം പോലും അവരുടെ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതോ നോൺ വയലൻ്റ് ആയിട്ടുള്ളതോ മാത്രമായ വീഡിയോസേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. വയലൻസ് അടങ്ങിയ വീഡിയോസ് പരമാവധി 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെങ്കിലും, ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു 15 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് അത്രയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എന്തായാലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അവരെന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ളത്. അപ്പോൾ പരമാവധി വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാണിക്കാണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. അവർക്ക് പലപ്പോഴും ചിലപ്പോൾ അവർക്ക് നമുക്കറിയാം ഇത് സിനിമയാണ്, പുറത്തുള്ളത് യാഥാർത്ഥ്യമാണെന്നുള്ളത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അവർക്ക് ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. അവർ നോക്കുമ്പോൾ സിനിമയിൽ കാണുന്നത് തന്നെയായിരിക്കും പുറത്തുള്ള യാഥാർത്ഥ്യവും. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞിന് 5 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ പരമാവധി സ്ക്രീൻ ടൈം കുറയ്ക്കുക. അത് ടാബ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, പരമാവധി കുറയ്ക്കുക. മാക്സിമം ഒരു ദിവസത്തിൽ 1 മണിക്കൂറിൽ കൂടുതൽ, അതിൽ 1 മണിക്കൂറിൽ കൂടുതൽ വേണ്ട, 1 മണിക്കൂർ മാക്സിമം, അത്രയും മതി. അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് കാണുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മളൊരു അൺവാച്ച്ഡ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകരുത്. നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം, നമ്മൾ അടുത്തിരുന്ന് നോക്കണം അവരെന്താണ് കാണുന്നതെന്ന്. അവർ കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും ആണോ കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻ്റ് കണ്ടൻറ്റ്സ് ആണോ കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആണോ കാണുന്നത് എന്ന് നമ്മൾ നോക്കണം. അത് മാത്രമല്ല, നമുക്ക് എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും, ഇപ്പം അമ്മ വർക്കിംഗ് ആയിരിക്കും, അച്ഛൻ വർക്കിംഗ് ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുന്ന സമയം ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യണം. നമ്മുടെ കുഞ്ഞ് എന്താണ് അന്ന് അവൻ സ്കൂളിൽ പോയപ്പോഴത്തേക്കും എന്തൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ അന്ന് അവൻ ഭക്ഷണം കഴിച്ചോ, അന്ന് എന്താ കൂട്ടുകാരുമായിട്ടൊക്കെ എന്താ സംസാരിച്ചേ, ക്ലാസ്സിൽ എന്താ ടീച്ചർ എന്താ പഠിപ്പിച്ചേ, അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. നമ്മളെപ്പോഴും നല്ല ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു മോൻ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള ആ ഒരു ബന്ധത്തിനപ്പുറം നമ്മൾ കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ നമ്മളോട് ഓപ്പണായിട്ട് സംസാരിച്ച് തുടങ്ങുള്ളൂ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് പറയുന്നതെന്ന് കൂടി നമ്മൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോവാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തത്. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി എന്നുള്ളത്. പക്ഷേ എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴത്തേക്കും എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ പറയില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു മോശം സ്ഥിതിയിലോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനേലും എത്രയോ നല്ലതാണ് അങ്ങനെ ഒരു വഴിയിലോട്ട് പോവാതിരിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പാരൻറ്റിന് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പീരിയൻസുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.